സമൂഹത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഫിനോമിനയാണ് വിപ്ലവം എന്ന പേരിട്ട് വിളിക്കുന്നത്. നവോത്ഥാനം എന്ന പേരിലൊക്കെ അത് അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ വിപ്ലവം സൃഷ്ടിച്ച ഒരു കൃതിയായിരുന്നു റാം കെയർ ഓഫ് ആനന്ദി. അത് എഴുതിയ എഴുത്തുകാരനാണ് അഖിൽ പി ധർമ്മജൻ. അദ്ദേഹത്തിൻ്റെ മറ്റ് 3 കൃതികളുണ്ട്. ഓജോ ബോർഡ്, രാത്രി 12-ന് ശേഷമാണ് ഈ റീസെൻ്റായിട്ട് റിലീസ് ചെയ്തൊരു പുസ്തകം. പിന്നെ ഞാനിന്ന് പറയാൻ പോകുന്ന മെർക്കുറി ഐലൻഡ്. സോ ഹലോ വ്യൂവേഴ്സ്, ഐ ആം ശില്പദാസ്. ഞാനിവിടെ ബുക്സിൻ്റെ റിവ്യൂ പറയുന്ന ചാനലാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, പിന്നെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. സോ വീഡിയോയിലേക്ക് കടക്കാം. മെർക്കുറി ഐലൻഡ് എന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരൊറ്റപ്പെട്ട ദ്വീപാണത്. അവിടെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന, വളരെയധികം സമൂഹത്തിൽ നിന്നൊക്കെ പുറം ലോകത്ത് നിന്ന് വേറിട്ട് താമസിക്കുന്ന ഒരു കൂട്ടം വംശജരുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഫ്ലോറിഡയിലെ ഒരു പ്രൊഫസറിനെ അറിയാനിട വരുന്നു. അദ്ദേഹമാണെങ്കിൽ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫസറാണ്. കോളേജിൽ പോയിട്ട് അദ്ദേഹം പ്രിൻസിപ്പലിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അദ്ദേഹം റിസൈൻ ചെയ്യുന്നു. കുട്ടികളുടെ അടുത്ത് പോയിട്ട് ക്ലാസ്സിൽ പോയിട്ട് പറയാണ്, നാളെ മുതൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുണ്ടാവില്ല. സോ കുട്ടികൾ ഈസ് വാട്ട് ഹാപ്പൻ എന്നുള്ളൊരു മൊമെൻറ്റിൽ നിൽക്കുകയാണ്. അങ്ങനെ പ്രൊഫസർ യാത്ര തിരിച്ചു. ഒരു കൂട്ടം കുട്ടികൾ പ്രൊഫസർ എവിടെ പോയതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രൊഫസറിൻ്റെ വീട്ടിലേക്ക് പോവുകയും പ്രൊഫസർ പോയിരിക്കുന്നത് ഈ മെർക്കുറി ഐലൻഡിലേക്കാണെന്നുള്ള വിവരം അവർക്ക് എങ്ങനെയോ ലഭിക്കുകയും അവർ പിന്നീട് പ്രൊഫസറിൻ്റെ കൂടെ പ്രൊഫസറിനെ അന്വേഷിച്ച് പോവുകയാണ്. ഈ കുട്ടികൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ നേരിടുന്ന കോൺസിക്വൻസസ് ആണ് ആദ്യം തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഒരുപാട് ചുഴികൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ചുഴികളാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണത്. ആ ദ്വീപിലേക്ക് കടക്കണമെങ്കിൽ ഈ ചുഴിയൊക്കെ മറികടക്കണം. ആ ചുഴി മറികടക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ടെക്നിക്സ് മുതൽ ഇതിൻ്റെ മാജിക്കൽ മൊമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇതിലൊരുപാട് ബർമുഡ ട്രയാങ്കിൾ പോലെയുള്ള നമ്മൾ പറയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ദ്വീപിൽ എത്തുന്ന സമയത്ത് ഇവർക്ക് അനുഭവപ്പെടുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ വിചിത്രമായിട്ടുള്ള, നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത, കാണാത്ത ഒരുപാട്, എനിക്ക് ഇപ്പോഴും ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ആ വ്യൂസൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ബിക്കോസ് ഈ പുസ്തകം അങ്ങനെയാണ്. ഞാൻ 2 ദിവസം കൊണ്ടാണ് ഈ പുസ്തകം വായിച്ച് തീർത്തത്. ഒരു ദിവസം രാവിലെ തുടങ്ങിയിട്ട് പിറ്റേ ദിവസം ഉച്ചയായപ്പോഴേക്കും ഈ പുസ്തകം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തവരൊക്കെ ഉണ്ട്. ലിറ്ററലി എനിക്ക് ഉറക്കമില്ലാതെ ഞാൻ രാത്രി 12 മണിക്കൊക്കെ ശേഷം ഞാൻ ഇരുന്ന് വായിച്ചൊരു പുസ്തകമാണ് മെർക്കുറി ഐലൻഡ്. സോ നമുക്ക് പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റുന്ന, വളരെ ക്യൂരിയോസിറ്റി ഉള്ള, നമ്മളെ പുസ്തകം താഴെ വെക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എഴുത്താണ് അഖിൽ പി ധർമ്മജൻ ഇതിലും കൊണ്ടുവന്നത്. പിന്നെ റാം കെയർ ഓഫ് ആനന്ദിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ലാഗ്, ഒരു ചെറിയൊരു സ്പേസിലൊരു ലാഗ് നമുക്ക് തോന്നിക്കും. ഒരു ക്ലൈമാക്സിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ചെറിയൊരു ലാഗ് നമുക്ക് തോന്നിക്കും. അല്ലാതെ ഒരു പ്രശ്നവും അദ്ദേഹത്തിൻ്റെ എഴുത്തിന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഒരു ചെറിയ ലാഗ് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അത് റാം കെയർ ഓഫ് ആനന്ദിക്കാണെങ്കിലും ഉണ്ടായിരുന്നു. അത് പിന്നീട് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ 17-ാം വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 25-ാമത്തെ വയസ്സിലാണ്, അത് ഈ പുസ്തകത്തിൻ്റെ ആദ്യം തന്നെ പറയുന്നുണ്ട്, 25-ാമത്തെ വയസ്സിൽ എഴുതി തീർത്ത കൃതിയാണ്. അതിന് മുന്നേ അദ്ദേഹം ഓജോ ബോർഡ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത്രയും വർഷം എടുത്തിട്ടാണ് ഈ പുസ്തകം അദ്ദേഹം എഴുതി തീർക്കുന്നത്. 7-8 വർഷത്തോളം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ മെർക്കുറി ഐലൻഡിലാണെന്ന്. അതേ ഒരു അനുഭവമാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്കും കിട്ടുന്നത്. നമ്മളും മെർക്കുറി ഐലൻഡിലെത്തുന്നു. അത് അദ്ദേഹത്തിൻ്റെ വളരെയധികം വലിയൊരു കഴിവാണ്. വളരെയധികം അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. കൺഗ്രാജുലേഷൻസ് അഖിൽ പി ധർമ്മജൻ. താങ്കളുടെ ഒരു വലിയ ജേണി ആയിരുന്നു ഈ പുസ്തകം എന്നുള്ളത് വായിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. സോ നല്ല ഒരു അനുഭവമായിരിക്കും ഈ പുസ്തകം കൊണ്ട് കിട്ടാൻ പോകുന്നത്. എന്തായാലും എല്ലാവരും വായിക്കാൻ ശ്രമിക്കുക. സോ നല്ല മൊമെൻറ്റ്സ് നിങ്ങൾക്ക് വായനയിലൂടെ ലഭിക്കട്ടെ. ഹാപ്പി റീഡിങ്. താങ്ക് യു.